ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ അല്ല, ഞങ്ങളിന്ന് തിരുച്ചെന്തൂർ ടെമ്പിളിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ട്രാവലിനെ ഒന്ന് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഏകദേശം ഒരു 4 വർഷമായി അവിടെ പോയിട്ട്. ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കുകയാണ് വീണ്ടും പോകണമെന്ന്. പക്ഷേ ഇന്നാണ് അതിനുള്ള സമയം കിട്ടിയത്. ദൈവം അനുഗ്രഹിച്ചതെന്ന് തന്നെ പറയാം. രാവിലെ ഇപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പുറത്ത് നിൽക്കുകയാണ്. അതിനിടയ്ക്ക് വിഷ്ണുമായ ചെറിയൊരു വഴക്കിട്ട് പിണങ്ങി നിൽക്കുകയാണ് അവളുടെ ചേട്ടൻ്റെ കൂടെ. പിന്നെ അവൻ തന്നെ അവളുടെ പിണക്കമൊക്കെ മാറ്റി ഞങ്ങളങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. ഇവിടുന്ന് 3.5 hours ട്രാവൽ ചെയ്താൽ മതിയാവും കാറിൽ. പക്ഷേ ഞങ്ങൾ ഇന്ന് എന്ത് പ്ലാൻ ഇട്ടെന്ന് വെച്ചാൽ, ഇന്ന് അവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് വൈകുന്നേരവും ഒന്ന് അമ്പലത്തിൽ കയറണം. രാവിലെ നിർമ്മല്യത്തിന്, അതായത് അവിടെ വിശ്വരൂപ ദർശനം എന്നാണ് പറയുന്നത്. അപ്പോൾ രാവിലത്തെ ദർശനവും കഴിഞ്ഞ് നമുക്ക് മടങ്ങാം എന്നുള്ള പ്ലാനിലാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ അവിടെയായിട്ട് നല്ല മഴയായിരുന്നു. ഇത് തടിക്കാരക്കോണം വഴി നാഗർകോവിലേക്ക് പോകുന്ന വഴിയാണ്. ഇന്നത്തെ യാത്ര നമുക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം യൂഷ്വലായിട്ട് എവിടെയെങ്കിലും പുറത്തിറങ്ങിയാൽ ഫുഡിനെ പറ്റിയൊന്നും ആലോചിക്കില്ല. എവിടെ വഴിയിൽ കാണുന്ന ഹോട്ടലിലൊക്കെ വയറ് വിശക്കുമ്പോൾ കയറി ആഹാരം കഴിക്കുകയാണ് പതിവ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അവിടെ സ്റ്റേ ചെയ്യണമെന്നുള്ള പ്ലാനുണ്ട്. സോ ഉച്ചയ്ക്കും രാത്രിത്തേക്കുമുള്ള ആഹാരം ഇവിടെ തന്നെ നമ്മൾ റെഡി ചെയ്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് നമ്മൾ പുറത്ത് പോയിരുന്ന് എവിടെയെങ്കിലും സ്ഥലമൊക്കെ തേടി കണ്ടുപിടിച്ച് കഴിക്കണമെന്നൊരാഗ്രഹത്തോടെ പോവുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ തിരുനെൽവേലിയിലാണ്. അപ്പോൾ തിരുനെൽവേലിയിൽ നിന്ന് 1 hour യാത്രയേ ഉള്ളൂ തിരുച്ചെന്തൂരിലേക്ക്. ഇവർ മാസം തോറും ഒക്കെ പോകുന്ന ആൾക്കാരായിരുന്നു. അവർക്ക് ഇങ്ങനെയൊക്കെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് രാവിലെ പോയിട്ട് അവിടെ എവിടെയെങ്കിലും പോയി, കടലുണ്ടല്ലോ അവിടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം റിട്ടേൺ ആവും, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം. അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ പതിവ്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ വീട്ടിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീൽ എനിക്കും കൊടുക്കണമെന്ന് തോന്നി. അത് കാരണം ഞാൻ പറഞ്ഞു, നമുക്ക് ഇന്ന് വീട്ടിൽ നിന്നെന്തെങ്കിലും ആഹാരമൊക്കെ വച്ചിട്ട് പോയിട്ട് വരാം. ചേട്ടൻ പറഞ്ഞു, ഇല്ല നമുക്ക് രാവിലത്തെ ദർശനം കൂടെ ഒന്ന് കണ്ടിട്ട് വരാം, ഒന്ന് സ്റ്റേ ചെയ്യാം. അങ്ങനെയാണ് നമ്മളങ്ങനെ പുറപ്പെട്ടത്. ആറൽബായ് മൊഴി വരെ ഹെവി റെയിനായിരുന്നു. പക്ഷേ നല്ലൊരു യാത്രയായിരുന്നു മഴയത്ത്. പോകുന്ന വഴിയിൽ ചേട്ടൻ കോവിലിനെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ആൾറെഡി അറിയാമെന്നുള്ള കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കും, അത് കേട്ടുകൊണ്ടിരിക്കാനൊരു സുഖമായിരുന്നു. പക്ഷേ എനിക്കിതിൽ പകർത്താൻ പറ്റിയില്ല. മൈക്കിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കാരണം ആ അമ്പലത്തിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ കാണുന്ന മലയിലൊരു മുഖം തെളിഞ്ഞ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പോകുന്ന വഴിയിൽ ഒരു 10 മിനിറ്റിൽ കൂടുതൽ ഈ മലയെ നമുക്കങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കാൻ സാധിക്കും. ഇത്ര വലിയൊരു മലയാണത്. കാറിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പാട്ടിന് ഒപ്പം താളം പിടിക്കുകയാണ് അച്ഛനും മോളും. പാട്ട് കോപ്പിറൈറ്റ് ആകുമോ എന്നറിയില്ല, അത് കാരണം ബാക്ക്ഗ്രൗണ്ട് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു. ആറൽവായ് മൊഴിയെല്ലാം കഴിഞ്ഞ് പിന്നെ തിരുനെൽവേലിയൊക്കെ അടുക്കാറാകുമ്പോൾ പിന്നെ നമുക്ക് പനങ്കാടുകൾ തന്നെ കാണാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ടൊരു ഡ്രൈ ലാൻഡായിട്ട് ഫീൽ ചെയ്യും. എന്നാലും കാണാൻ ഭംഗിയാണ് അവിടുത്തെ മരങ്ങളും. കൂടുതലും പുളി, വേപ്പ് മരം, അതായത് ആര്യവേപ്പ്, അങ്ങനെയൊക്കെയുള്ള മരങ്ങൾ തന്നെ അധികവും കാണാൻ പറ്റുള്ളൂ. അങ്ങനെ തിരുച്ചെന്തൂരിലെത്തി.
ചെന്നിറങ്ങിയ സമയത്ത് ചെറിയ ഒരു തൂറ്റൽ മഴ ഉള്ളത് കാരണം നേരെ ഹോട്ടൽ റൂമിലേക്ക് തന്നെയാണ് പോയത്. ആഹാരവും അവിടെ നിന്ന് തന്നെയാണ് കഴിക്കാമെന്ന് പ്ലാനിട്ടു. പിന്നെ അല്ലേ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മല്ലിയില സാദം, അതായത് കോറിയണ്ടർ റൈസും കേർഡ് റൈസും ഉണ്ടായിരുന്നു. അങ്ങനെ കുശാലായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. വിഷ്ണുവിന് ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചത് എല്ലിൻ്റെ ഇടയിൽ കയറി എന്നാണ് തോന്നുന്നത്. വേറെ എന്ത് പ്രശ്നമാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ കോവിലിലേക്ക് ഇറങ്ങുകയാണ്. സമയമായി, മണി 5 കോവിലിൽ പോയി ഒന്ന് തൊഴുതിട്ട് വേണം കടലിലൊക്കെ അത് പോയി കാണാൻ. ഡാർക്കായിരുന്നു. ലൈറ്റ് ഇല്ലേ? ഏതോ ക്രിക്കറ്റ് പ്ലെയർ പോലെ ഉണ്ടടാ, എവിടെയോ കണ്ടിട്ടുണ്ട്, പേരറിയില്ല. അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിന് മുന്നിലെത്തി. ആക്ച്വലി ഇത് ഒരു സ്പെഷ്യൽ ദർശനമായിരുന്നു. 4 മണിക്കൊക്കെ ഇവിടെ നമ്മൾ നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ഇന്ന് മഴയൊക്കെ കാരണം ഇവിടെ എത്താനേ കുറച്ച് ലേറ്റായിപ്പോയി. ഇത് പഴയതുപോലെയൊന്നും അല്ല. വന്നതും അങ്ങനെ നമുക്ക് അകത്തൊന്നും കയറി ഇങ്ങനെ ദർശനത്തിന് വേണ്ടി ഉള്ളിൽ പോകാനൊന്നും പറ്റില്ല, ഒത്തിരി ടൈമാവും. പഴയതുപോലെയൊന്നും അല്ല, ഇപ്പോൾ തിരുപ്പതി പോലെയാണ്. ക്യൂ അങ്ങനെ നീണ്ട നിരയാണ്, കണ്ടാലറിയാം. ഇതാ ഇവിടെ കൂടെയൊക്കെയാണ് ഭക്തജനങ്ങൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ പോവേണ്ടതാണ്. കോവിലിൽ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ലേറ്റായിപ്പോയി. പിന്നെ കടലിൽ കുറച്ച് നേരം ഒന്ന് പോയി കണ്ടിട്ട് ഹോട്ടലിലേക്ക് മടങ്ങി. നല്ല ദർശനമൊക്കെ കഴിഞ്ഞത് റൂമിലെത്തിയിരിക്കുകയാണ്. ഇനി എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആകണം. വേറൊന്നുമല്ല, നല്ല ദർശനമായിരുന്നു. ഒത്തിരി നേരം നിൽക്കേണ്ടി വന്നു. അത് അവളൊരു 5:15 ഉള്ളിൽ കയറി. തിരിച്ച് 7 മണിക്ക് മുന്നേ, അത് ഒരു 6:45 പുറത്തിറങ്ങിയത്. പിന്നെ കടലിലൊക്കെ പോയി കുറച്ച് നേരമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഒന്ന് ഫ്രഷായിട്ട് വീട്ടിൽ നിന്ന് രാവിലെ ഇഡലി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ രാവിലെ 4 മണിക്ക് വീണ്ടും അടുത്ത ദർശനത്തിൽ. നമ്മളൊക്കെ നിർമാല്യത്തിന് പോകണമെന്നല്ലേ പറയും. അവിടെ കേരളത്തൊക്കെ നിർമാല്യം തൊഴണമെന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, വിശ്വരൂപ ദർശനം എന്നാണ് പറഞ്ഞത്. അപ്പോൾ വന്ന ഓക്കെ, ശരി. അപ്പോൾ രാവിലെ അതിനു വേണ്ടി നേരത്തെ ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ തന്നെയാണ് രാവിലെ എണീറ്റ് പോകാൻ പറ്റുള്ളൂ. ശരി, ഓക്കെ. അപ്പോൾ നാളെ രാവിലെ കാണാം. കാലത്ത് വിശ്വരൂപ ദർശനം കഴിഞ്ഞു അവൻ നിൽക്കുന്നു. ഞങ്ങൾ 2 പേര് മാത്രമാണ് വന്നത്. മറ്റുള്ള 2 പേരും അവിടെ ഒരു ഉറക്കമാണ്. ശരി, നമ്മൾ 4 മണിക്ക് വന്നു. അപ്പോൾ നമ്മൾ 3 മണിക്ക് കഴിച്ച് റെഡിയായി. അത്ര നേരത്തെ കൊച്ചുകുട്ടികളെടുത്ത് അത് കഷ്ടപ്പെടുത്തില്ലെന്ന് പറഞ്ഞാൽ അവർക്കും അത് വിഷമായിരിക്കും, നമുക്ക് വിഷമായിരിക്കും. നല്ല ദർശനമായിരുന്നു. വിശ്വരൂപ ദർശനം.
എന്നെ പുറത്ത മട്ടിൽ വെയിലാണ് ചന്തം. ആ, എല്ലാത്തിനും അതിനായിട്ടുള്ള ഒരു ചന്തമുണ്ട്, എങ്കിലും വെയിലാണ് എല്ലാത്തിനും ചന്തമാണ്. കടലേത് ആകാശം കാണാതെ വെയിലാണെങ്കിൽ ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും രാവിലത്തെ നല്ല ദർശനം കഴിഞ്ഞിട്ട് റൂമിൽ പോയി മക്കളെയും കൂട്ടി നേരെ കടലിൽ പോയി. അവിടെ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തു. പിന്നെ അതിന് തൊട്ടരികിൽ കുറേ ആശ്രമമുണ്ട്. ശത്രുസംഹാരമൂർത്തി സ്വാമികളുടെ ആശ്രമവും പിന്നെ ഒരു അയ്യാപതി ഒരു ക്ഷേത്രമുണ്ട്. വേറെയും കുറേ സ്വാമിമാരുടെ സമാധികളൊക്കെ ഉണ്ട്. അവിടെയൊന്നും പോയില്ല. മെയിനായിട്ട് പോയത് ശത്രുസംഹാര സ്വാമിയുടെ ആശ്രമത്തിലേക്കാണ്. ആശ്രമം എന്ന് വെച്ചാൽ അതൊരു ടെമ്പിളാണ് അവിടെ. ഇങ്ങനെ നിറയെ ജീവസമാധികളുള്ള ഈ തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിൻ്റെ മൂലചൈതന്യം എന്നത് രോമഋഷിയാണ്. രോമഋഷിയുടെ ജീവസമാധി മൂലസ്ഥാനത്തിൻ്റെ തൊട്ട് പുറകിൽ ക്ഷേത്രത്തിനകത്തേ ഇരിക്കുന്ന ഒരു ഗുഹയിലാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പഞ്ചലിംഗ ദർശനം എന്ന പേരിൽ സാമാന്യ ഭക്തർക്കും അവിടെ ദർശനം ലഭ്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ പൂജ മാത്രമേ ഉള്ളൂ, ഭക്തർക്ക് ദർശനത്തിന് അനുവാദമില്ല. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരോടും എനിക്ക് പറയാനുള്ളത്, അടുത്തുള്ളവരാണെങ്കിൽ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ ഇവിടെ വരാൻ ശ്രമിക്കുക. അല്ല ദൂരെയുള്ളവരാണെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും വന്ന് ദർശിക്കാൻ പ്രയത്നിക്കണം. ഷൺമുഖനായ മുരുകൻ്റെ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളെപ്പോലെ നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫോർ നൗ.